കഴിഞ്ഞ ക്ലാസ്സുകളിൽ മെട്രിക്സിനെ പറ്റിയാണ് പഠിച്ചത്. മെട്രിക്സിൻ്റെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, അതേപോലെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലാർ, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇത് നമുക്ക് രണ്ട് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, രണ്ട് മെട്രിക്സിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് പഠിക്കാം. രണ്ട് മെട്രിക്സുകൾ, ഏത് രണ്ട് മെട്രിക്സുകളും എടുത്ത് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്കറിയാം, ഓർഡറുകൾ സെയിം ആയിട്ടുള്ള രണ്ട് മെട്രിക്സുകൾ തമ്മിൽ അഡീഷനോ സബ്സ്ട്രാക്ഷനോ പോസിബിൾ ആകുന്നു. പക്ഷെ ഇവിടെ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. അതായത് ഏത് രണ്ട് മെട്രിക്സുകളും തമ്മിൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, രണ്ട് മെട്രിക്സുകളുടെ ഓർഡറുകൾ സെയിം ആയതുകൊണ്ട് അവ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയണമെന്നില്ല. അതായത് ഫസ്റ്റ് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ 3/2 ആണെങ്കിൽ സെക്കൻഡ് മെട്രിക്സിന്റെ ഓർഡർ 2/any നമ്പർ, ഇവിടെ എത്ര വേണമെങ്കിലും വരാം, നമ്പർ ഓഫ് കോളംസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് 2/p ആവും. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രോഡക്റ്റിന്റെ ഓർഡർ 3/p. പ്രോഡക്റ്റ് മെട്രിക്സിന്റെ ഓർഡർ 3/p. ഇൻ ജനറൽ ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ, അതായത് ഓർഡർ ഓഫ് A is equal to m/p, order of second matrix B is equal to p/n. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, എ ബി കണ്ടുപിടിക്കാം. എങ്കിൽ ഓർഡർ ഓഫ് എ ബി is equal to m/p ഫസ്റ്റ് മെട്രിക്സ്, സെക്കൻഡ് മെട്രിക്സ് p/n ആണെങ്കിൽ ഈ പിയും ബിയും കളയുക, ബാക്കി m/n. ഓർഡർ ഓഫ് ദ പ്രോഡക്റ്റ് മെട്രിക്സ്, ദാറ്റ് ഈസ് m/n. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകുകയുള്ളൂ. ദാറ്റ് ഈസ് two matrices are said to be conformable for multiplication only when number of columns of first matrix is equal to the number of columns of second matrix. That is, if order of A is equal to m/p and order of B is equal to p/n, then order of AB is equal to m/n. ഇത്രയും നിങ്ങൾ അറിയുക. ഏത് രണ്ട് മെട്രിക്സുകളും തമ്മിലെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓർഡേഴ്സ് ഈ ഫോമിലാണെങ്കിൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകൂ. എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ അറിയാം, എ ബിയുടെ ഓർഡർ mn ആണെങ്കിൽ ബി എയുടെ ഓർഡർ എന്തായിരിക്കും? ബി എ പോസിബിൾ ആകുമെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അതായത് ബി ആദ്യവും എ രണ്ടാമത് എഴുതി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതിന് കഴിയുമോ എന്ന് നോക്കുക. ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ p/n, സെക്കൻഡ് മെട്രിക്സ് m/p. ഇവിടുത്തെ നമ്പർ ഓഫ് റോസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെയിം അല്ല, എമ്മും എന്നും ആണ്. അത് ഈക്വൽ അല്ലാത്തടത്തോളം സമയം ഇത് രണ്ടും മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ അല്ല, ബി എ പോസിബിൾ അല്ല. മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ അല്ല ബി എയുടെ കേസ്. അപ്പൊ എ ബി കാണാൻ പറ്റുമെങ്കിൽ ബി എ കാണണമെന്നില്ല, അതറിഞ്ഞിരിക്കുക. എ ബിയുടെ ഓർഡർ m/p-യും എയുടെ ഓർഡർ m/p-യും ബിയുടെ ഓർഡർ
പി ബൈ എന്നും ആണെങ്കിൽ എ ബിയുടെ ഓർഡർ എം ബൈ എൻ ആയിരിക്കും. ഇനി മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് രണ്ട് 2x2 മെട്രിക്സുകൾ എടുത്താണ് മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 2 മൈനസ് 1 3 0 ആൻഡ് ബി ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 1 2. മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ? ഒന്നാമത്തെ ഓർഡർ 2/2, സെക്കൻഡ് മെട്രിക്സിന്റെ ഓർഡർ അതും 2/2. ഇവിടുത്തെ നമ്പർ ഓഫ് റോസ് കോളംസും ഇവിടുത്തെ നമ്പർ ഓഫ് റോസും സെയിം ആണ്. മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. എ ബി കണ്ടുപിടിക്കാം. ഇനി മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോ, സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളം, ഇവ തമ്മിലാണ് മൾട്ടിപ്ലൈ. ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെന്റ് 2 into this 1, 2 into 1, then plus minus 1 into 1. ഇവിടെ ചെയ്തത് എന്താണെന്ന് നോക്കി. ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെന്റ് 2 into ഹിയർ സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലിമെന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അതിന്റെ കൂടെ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലിമെന്റിനെ സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലിമെന്റ് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ഇട്ട് ആഡ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എലിമെന്റ് ഓഫ് ദ പ്രോഡക്റ്റ് മെട്രിക്സ്. ഇതിന്റെ പ്രോഡക്റ്റ് എ ബിയുടെ പ്രോഡക്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് എലിമെന്റ് ആണ്, ഫസ്റ്റ് എൻട്രി ആണ്. ദെൻ ഫസ്റ്റ് ഇതിലെ സെക്കൻഡ് എലിമെന്റ് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, that is 2 into minus 2 plus minus 1 into 2. Okay, so first row first column first element, first row second column second element in the first row. അപ്പോൾ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് മെട്രിക്സ് നമുക്കറിയാം ഈ 2/2 ആയിരിക്കും. അപ്പോൾ അതിൽ രണ്ട് എലിമെന്റ്, ഫസ്റ്റ് റോയിലെ രണ്ട് എലിമെന്റ് കഴിഞ്ഞു. ദെൻ സെക്കൻഡ് റോ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് റോ എടുക്കുന്നു. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 3 into 1 പ്ലസ് 0 into 1. That is the first element in the second row. Again, first second row into first second column 3 into minus 2 plus 0 into 2. Product complete ആയി. So first row into first column first element, first row into second column second element in the first row, then second row into first column first element in the second row, second row into second column, that is second element in the second row. ഇത് മെട്രിക്സ് വരും. ഇനി ഇത് ഓരോ എലിമെന്റ് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. എത്ര വരുമെന്ന്. മെട്രിക്സ് 2 into 1 2 plus minus 1 into 1 minus 2 into minus 2 minus 4 plus minus 1 into 2 minus 2, 3 into 1 3 plus 0 into 1 0, 3 into minus 2 minus 6 plus 0 into 2, this is equal to 2 plus minus 1 1, minus 4 plus minus 2 minus 6, 3 plus 0 3, minus 6 plus 0 minus 6. That is the product matrix 2 1 minus 6 3 minus 6. ഇങ്ങനെയാണ് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ നൽകുന്നത്. ഇതേപോലെ നമുക്ക് രണ്ട് ജനറൽ മെട്രിക്സുകൾ 3/3 ഓർഡറുള്ള രണ്ട് ജനറൽ മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം.
നമുക്കറിയാം 3/3 ഓർഡറുള്ള രണ്ട് ജനറൽ മെട്രിക്സുകൾ 3/3, എയുടെ ഓർഡർ 3/3, ബിയുടെ ഓർഡർ 3/3 ആണെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് മെട്രിക്സിന്റെ ഓർഡർ 3/3 തന്നെയായിരിക്കും. 3/3. ഓക്കെ, അപ്പോൾ അതുകൂടി നമുക്ക് ഡിസ്കസ് എഴുതിയെടുക്കുക. ഓക്കെ, രണ്ട് 3/3 ഓർഡറുള്ള ജനറൽ മെട്രിക്സുകൾ എഴുതിയിരിക്കും. A is equal to A11, A12, A13, A21, A22, A23, A31, A32, A33. അതേപോലെ സെക്കൻഡ് മെട്രിക്സ് B is equal to മെട്രിക്സ് B11, B12, B13, B21, B22, B23, B31, B32, B33. ഓക്കെ, ജനറൽ മെട്രിക്സ് എഴുതാൻ അറിയാം. ഇത് 3/3 ഓർഡറുള്ള രണ്ട് ജനറൽ മെട്രിക്സുകളാണ്. ഇനി ഇതിന്റെ പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. എ ബി, എ ഇൻറ്റു ബി, ദാറ്റ് ഈസ് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ദാറ്റ് ഈസ് A11 ഇൻറ്റു B11 പ്ലസ് A12 ഇൻറ്റു B21 പ്ലസ് A13 ഇൻറ്റു B31. ദെൻ സെക്കൻഡ് എലിമെന്റ്, അവിടെയും ഫസ്റ്റ് റോ തന്നെയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം A11 ഇൻറ്റു B12 plus A12 into B22 plus A13 into B32. Then third element കിട്ടാൻ first row into third column A11 into B13, A12 into B23, A13 into B33. അപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. അതായത് ഇവിടെ എത്ര റോസ് ഉണ്ടോ അത്രയും റോസ് താഴോട്ട് വരാം. അതേപോലെ ഇവിടെ എത്ര കോളംസ് ഉണ്ടോ അത്രയും കോളംസ് ആയിരിക്കും ഈ പ്രോഡക്റ്റ് ഉള്ളത്. ദെൻ സെക്കൻഡ് റോ A21 ഇൻറ്റു B11 പ്ലസ് A22 ഇൻറ്റു B21 പ്ലസ് A23 ഇൻറ്റു B31. അതേപോലെ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ദെൻ സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം. Third row then third row into first column plus then next element third row into second column, then last element third row into third column. ഇതാണ് എ ബി പ്രോഡക്റ്റ് മെട്രിക്സ്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് എലിമെന്റ് നമുക്ക് A11 എന്ന് കൊടുക്കാം. ആ പൊസിഷൻ അറിയാൻ വേണ്ടി, അതായത് പ്രോഡക്റ്റിലെ ഫസ്റ്റ് പൊസിഷനിലെ എലിമെന്റ് ക്യാപിറ്റൽ A11 എന്ന് ഡിനോട്ട് ചെയ്യും. ഈ എലിമെന്റ് സിംപ്ലിഫൈ തന്നെ കിട്ടിയതാണ് A11. ഈ പൊസിഷൻ E11, E12, E31 യാതൊരു ബന്ധമില്ല. E11 മീൻസ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെന്റ്. A12 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലിമെന്റ്. A13 ഇതിന്റെ പ്രോഡക്റ്റ് ആണ്, സമാണ് A13. അതേപോലെ A21 ദിസ് എലിമെന്റ്, A22 plus A23, A31 third row ile first element, A32 third row ile second element, A33 third row ile third. ഇതായിരിക്കും രണ്ട് 3/3 ഓർഡറുള്ള ജനറൽ മെട്രിക്സിന്റെ പ്രോഡക്റ്റ്. ഓക്കെ, ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം ജനറൽ ഫോം. ഓക്കെ, നമുക്ക് ഇനി ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, A is equal to matrix 1, 2, 3 minus 1 and B is equal to matrix 1, 2, 3 minus 1, 0, minus 2. അത് നമുക്ക് നോക്കേണ്ടത് ഇത് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ. രണ്ട് മെട്രിക്സ് രണ്ടിന്റെ ഓർഡേഴ്സ് സെയിം അല്ല. ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ 2/2, സെക്കൻഡ് മെട്രിക്സിന്റെ ഓർഡർ 2/2. മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം.
ഇവിടെ രണ്ടും 2 ആണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. കിട്ടുന്ന പ്രോഡക്റ്റ് മെട്രിക്സിന്റെ ഓർഡർ നമുക്കറിയാം 2/3 ആയിരിക്കും. അതായത് 2 റോസും 3 കോളംസ്. ഇനി എങ്ങനെയാണ് മൾട്ടിപ്ലൈ നോക്കാം. എ ബി ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം. അതായത് 1 into 1, it is 1 into 1, 1. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ മനസ്സിൽ ചെയ്യുമ്പോൾ 1 into 1 plus 2 into -1, -2. Again, first row into second column, 1 into 2, 2 plus 2 into 0, 0. First row into third column, 1 into 3, 3 plus 2 into -2, -4. Then second row into first column, 3 into 1, 3 plus -1 into -1 plus 1. Second row into second column, 3 into 2, 6 plus -1 into 0, 0. Then second row into third column, 3 into 3, 9 plus -1 into -2. നമ്മൾ ആഡ് ചെയ്യുന്നു. 1 plus -2, 1 plus -2, -1, 2 plus 0, 2, 3 plus -4, -2, 3 plus 1, 4, 6 plus 0, 6, 9 plus 2, 11. Okay, find the answer. -1, 2, -1, 4, 6. ഈ മെട്രിക്സിന്റെ ഓർഡർ 2/3 തന്നെയാണ്. ഓക്കെ, ടെസ്റ്റിലെ പ്രോബ്ലംസ്, മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. എക്സസൈസ് പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്യണം. അതേപോലെ എ ബി കാണാൻ പറ്റുമെങ്കിൽ ബി എ കാണാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യണം. എ ബി കാണുന്ന കേസിൽ ബി എ കാണാൻ പറ്റുന്നതിൽ രണ്ടും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ആ ടെസ്റ്റിലെ പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.